ആവണി, നീ എവിടേക്കാണ് പോകുന്നതെന്ന് ഇവിടുന്ന് പറഞ്ഞിട്ട് പോയാൽ മതി. അമ്മ, എവിടെയാ പോകുന്നതെന്ന് ഇപ്പം എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ വന്നിട്ട് പറയാം. ചേച്ചി വാ പോവാം. ചേച്ചി വണ്ടി എടുക്ക്. എടി, ഹേയ്, അമ്മ ഇതൊന്നും കാര്യമാക്കണ്ട. എനിക്കിതൊക്കെ ശീലമായി. പാവം മോഹനേട്ടൻ, ആരോടും ഒരു പരാതിയും ഇല്ല, പരിഭവവും ഇല്ല, എല്ലാം അങ്ങ് സഹിക്കും. അമ്മമ്മ, അമ്മമ്മ എന്താ എന്നെ വിളിക്കാഞ്ഞേ? ഞാൻ ഫുഡ് എടുത്തു തരുമായിരുന്നല്ലോ. അതൊന്നും സാരമില്ല. നീ ഇങ്ങോട്ടിരുന്നേ. എന്താ അമ്മമ്മ? നീ ഇരിക്കേ, പറയാം. നിന്റെ അച്ഛനും അമ്മയും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? മാളു നിന്നോടാ ചോദിച്ചേ, എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അമ്മമ്മ, അവർ തമ്മിൽ വലിയ പ്രശ്നമൊന്നും ഇല്ല. എന്താണ് മാളു അമ്മമ്മയോട് ഇങ്ങനെ കള്ളം പറയുന്നേ? ഏട്ടനും ഏട്ടത്തിയും തമ്മിൽ പ്രശ്നമുണ്ടമ്മ. എന്ത് പ്രശ്നം? എന്താണ് പ്രശ്നം എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടമ്മ. അമ്മ രാവിലെ കണ്ടതേ എനിക്കും അറിയും. ഏട്ടത്തി ഇതുപോലെ രാവിലെ എവിടേക്കോ അങ്ങ് പോവും. പക്ഷെ ഏട്ടനോട് പറയില്ല. അമ്മ ചോദിച്ചിട്ട് അമ്മയോട് പോലും പറഞ്ഞില്ലല്ലോ. പാവ ഏട്ടൻ. ഇതിന്റെ പേരിൽ ഒരു വഴക്കോ ബഹളോ ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. എല്ലാം ഉള്ളിലൊതുക്കി സഹിച്ചങ്ങ് നടക്കുക. എന്നിട്ട് ഇതൊന്നും ആരും എന്നോട് തന്നെ പറയാതിരുന്നേ? പറയാൻ അതിനെല്ലാവർക്കും പേടിയല്ലേ. ആരെ? ഏട്ടത്തിയെ, അല്ലാതാരെ? ദേ ഇവളോട് ചോദിക്ക്, ഇവക്കറിയല്ല. അതല്ലേ ഇവള് മിണ്ടാതിരിക്കുന്നേ. രാവിലെ വന്ന സുധച്ചേച്ചിയില്ലേ, അവരാ ഇവിടുത്തെ സകല പ്രശ്നങ്ങൾക്കും കാരണം. ഏട്ടത്തി അവരുടെ കൂടെ കൂടെ എങ്ങനെയായത്? അമ്മ ചോദിച്ചോണ്ടാ ഞാനിതൊക്കെ പറഞ്ഞത്, അല്ലേ ഞാൻ പറയില്ലായിരുന്നു. അമ്മമ്മ, നീ ഇനി കൂടുതലൊന്നും പറയണ്ട. അവളെ ഈ വരട്ടെ, ഞാൻ ചോദിച്ചോളാം. തിരിച്ചു ചെല്ലുമ്പോൾ അമ്മയോട് എന്തു പറയുന്ന ഞാൻ ആലോചിക്കുന്നത്. അത് പിന്നത്തെ കാര്യമല്ലേ, ആദ്യം ഇത് കഴിയട്ടെ. ഈ അരുന്ധതി മാഡം എങ്ങനെയാ ആള്? നല്ല ദേഷ്യക്കാരിയാ. പുള്ളിക്കാരിയാണ് കോടതിയിലെന്ന് അറിയുമ്പോൾ തന്നെ എതിർഭാഗം വക്കലിന് നല്ല പേടിയാ. അതുകൊണ്ട് വരുന്നു അതാ അരുന്ധതി.